നമസ്കാരം. പ്രധാന വാർത്തകൾ. അണ്ടത്തോട് പാപ്പാളിയിൽ BLOയുടെ വീടിനു നേരെ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം. വീടിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് നശിപ്പിച്ചു. റിട്ടയേർഡ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആലത്തയിൽ ഷക്കീറിന്റെ വീടിനു നേരെയാണ് ആക്രമണം. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരം കവർന്നു. 2 പേർ മുഖം മറച്ച് മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ. മൂന്ന് ദിനരാത്രങ്ങൾ നാദതാള വിസ്മയം തീർത്ത വേലൂർ മണിമലർക്കാവ് കുതിരവേല സമാപിച്ചു. കാർത്തിക നാളിൽ നടന്ന കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെയാണ് കുതിരവേലയ്ക്ക് സമാപനമായത്. വാർത്തകൾ വിശദമായി. അണ്ടത്തോട് പാപ്പാളിയിൽ BLOയുടെ വീടിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം. വീടിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് നശിപ്പിച്ചതായി പരാതി. റിട്ടയേർഡ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആലത്തയിൽ ഷക്കീറിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീടിന്റെ സിറ്റൌട്ടിലേക്ക് മണൽ വാരിയെറിയുകയും പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മറിച്ചിടുകയും സീറ്റ് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വീടിന് പുറത്ത് ഉണക്കാനിട്ടിരുന്ന പുതിയ വസ്ത്രങ്ങളടക്കം കീറി നശിപ്പിച്ച അവസ്ഥയിലാണ്. വീടിന് പുറകിൽ വെച്ചിരുന്ന പാത്രങ്ങൾ അപ്പുറത്തുള്ള പറമ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. സംഭവ സമയം ഷക്കീറും കുടുംബവും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇത് 2ാം തവണയാണ് ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധർ അക്രമം അഴിച്ചുവിടുന്നത്. ഷക്കീറിന്റെ വീടിന് സമീപത്തുള്ള സഹോദരന്റെ വീട്ടിലെ ഡോറിലും ശക്തിയായി അടിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഇവർ ലൈറ്റ് ഇട്ടതോടുകൂടി അക്രമി സ്ഥലം വിട്ടതായി കുടുംബം പറഞ്ഞു. കുറേ ദിവസങ്ങളായി ഇപ്പോൾ തുടർച്ചയായിട്ട് എൻ്റെ വീടിന് നേരെ സാമൂഹ്യ ദ്രോഹികളെന്ന് തോന്നുന്നത് കുറേ ശല്യം വളരെ അധികമാണ്. കുറച്ച് ദിവസം മുന്നേ ഇവിടെ വീട്ടിൻ്റെ മുന്നിലെ കുറേ വേസ്റ്റ് കൊടുന്ന് നിറച്ചു വരാന്തയിൽ. അതിന് തുടർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആണ് അലക്കിയിട്ട ഡ്രസ്സുകളൊക്കെ കീറി. ഇന്നലൊക്കെ ഞാൻ പുറത്തായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങളുടെ ഫാമിലി ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ബൈക്കൊക്കെ മറിച്ചിട്ടുണ്ട്, ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ബൈക്കിൻ്റെ. അതേപോലെ ബൈക്കിൻ്റെ സീറ്റൊക്കെ കുത്തി കീറിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മുഴുവൻ പുറത്ത് അലക്കിയിട്ട ഡ്രസ്സ് മുഴുവൻ കംപ്ലീറ്റ് കുത്തിക്കീറി നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഷക്കീറിന്റെ ഭാര്യ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പാപ്പാളിയിൽ മത്സരിച്ചിരുന്നു. നിലവിൽ 20ാം വാർഡിലെ BLOയാണ് ഷക്കീർ. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വേലൂർ മണിമലർക്കാവ് കുതിരവേല ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെയാണ് നാദവർണ്ണ വിസ്മയങ്ങൾ പെയ്തിറങ്ങിയ കുതിരവേലയ്ക്ക് സമാപനമായത്. തിരിക്കുതിരകൾ, കെട്ടുകുതിരകൾ, ഫൈബർ കുതിരകൾ, കുട്ടിക്കുതിരകൾ ഉൾപ്പെടെ 19 കുതിരകൾ മേളത്തിന്റെ അകമ്പടിയിൽ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരുന്നു. തുടർന്ന് ക്ഷേത്രം വലം വെച്ച കുതിരകൾ അവിശ്വാസികൾക്ക് മുമ്പിൽ മണിമലരാക്കിയ തട്ടകത്തമ്മയോട് ഉപചാരം ചൊല്ലി. കോമരത്തിന്റെ കൽപ്പന കേട്ടതിനു ശേഷം വീണ്ടും കാണാമെന്ന് ഭഗവതിക്ക് ഉറപ്പു നൽകി. ദേശവാസികളുടെ ചുമലിലേറി ദേശങ്ങളിലേക്ക് മടങ്ങിയതോടെയാണ് 3 ദിനരാത്രങ്ങളിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ കുതിരവേലയ്ക്ക് സമാപനമായത്. കുംഭമാസത്തിലെ അശ്വതി, ഭരണി, കാർത്തിക നാളുകളിലാണ് കുതിരവേല ആഘോഷം നടന്നത്. വേലൂർ ദേശത്തിരിക്കുതിരയുടെ തല കൊളുത്തിയതോടെയാണ് വേല ആരംഭിച്ചത്. അശ്വതി വേലയിൽ വേലൂർ ദേശക്കുതിര കാവു കയറിയതോടെ മറ്റു കുതിരകളും ക്ഷേത്രത്തിലെത്തി. ഭരണിവേലയിൽ ദേശക്കുതിരകളായ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ, കരിയന്നൂർ, വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ തെക്കുമുറി, ബാഞ്ചു നഗർ, ഹഷ്മി നഗർ, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ ശാന്തി നഗർ എന്നിവിടങ്ങളിലെ കുതിരകളും കുട്ടിക്കുതിരകളുമാണ് ക്ഷേത്രത്തിലെത്തിയത്. പഞ്ചവാദ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം, നാദരൂപങ്ങൾ, പൊയ്ക്കാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ കുതിരവരവിന് അകമ്പടിയായി. 15 ദിവസം മുമ്പ് ആരംഭിച്ച പറയെടുപ്പ് ഭരണിവേലയിൽ നടക്കൽ പറയ്ക്ക് ശേഷം കുറൂർ മനപ്പറമ്പിലെ പറയോടെ സമാപിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മുതൽ രാത്രി അരിത്താലം ചെരിയുന്നതുവരെ ക്ഷേത്രമണ്ഡപത്തിൽ മേളവും നടന്നു. ഭരണിവേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് സന്ധ്യയ്ക്കാണ് തിരികൊളുത്തിയത്. 10-ന് ആരംഭിച്ച പ്രസിദ്ധമായ അരിപ്പറമേളം പുലർച്ചെ 1 മണിക്ക് സമാപിച്ചു. കലാമണ്ഡലം കക്കാട് രാജപ്പന്മാരാർ പ്രമാണിയായി.
വെങ്ങലശ്ശേരി അവകാശപ്പറയൻ മേലേപുരയ്ക്കൽ കുറുമ്പമകൻ അഖിൻഷായുടെ അധികാരപ്പറ കാവേറിയതിനു ശേഷം അരിത്താലത്തിനെ അനുഗമിച്ച് ഇരുപ്പുവേല അരിത്താലം ചെരിഞ്ഞ് തോറ്റം ചൊല്ലി അവസാനിച്ചു. കാർത്തികവേലയിൽ രാവിലെ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പിരിവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തിക്കൂട്ട്, സെക്രട്ടറി സുജി ചരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ രാജേഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ആണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ വന്നെത്തിയ കുതിരവേലയിൽ പങ്കെടുത്ത് ദേവിയെ വണങ്ങി അടുത്ത വേലയ്ക്ക് കാവുകയറാമെന്ന ഉറപ്പു നൽകിയാണ് ഉത്സവ കുതിരകൾ തട്ടകം വിട്ട് അതാത് ദേശങ്ങളിലേക്ക് യാത്രയായത്. ചരിത്രദീപ്തമായ സ്മരണകൾ ഉണർത്തുന്ന അരിത്താലത്തിനും അരിപ്പറമേളത്തിനും മണിമലർക്കാവ് ക്ഷേത്രാങ്കണം ഒരിക്കൽ കൂടി വേദിയായി. ചിരാതുകളിൽ ദീപക്കാഴ്ചയും മേളത്തിന്റെ മാസ്മരികതയും നിറച്ച അരിപ്പറമേളവും താലവും വേലക്കാഴ്ചകൾക്ക് മാറ്റുകൂട്ടി. 18 ദേശങ്ങളിലെ ശാന്തഗംഭീര നാട്ടുത്സവമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയിലെ അരിത്താളവും അരിപ്പറമേളവും ശ്രദ്ധേയമായ ഒന്നാണ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും മാറുമറയ്ക്കൽ സമരത്തിൽ സ്ത്രീകളുടെ അവകാശ പോരാട്ടത്തിന്റെ വേറിട്ട അധ്യായവുമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അരനൂറ്റാണ്ട് മുമ്പ് സ്ത്രീകൾ മാറുമറയ്ക്കാതെ താലമെടുത്തിരുന്നതിന് അറുതി വന്നത് സംഘർഷഭരിതമായ സമരത്തോടെയാണ്. വൈകിട്ട് ക്ഷേത്ര നമസ്കാര മണ്ഡപത്തിൽ അരിപ്പറ ചൊരിഞ്ഞതിനു ശേഷമാണ് അരിത്താലത്തിന് തിരികൊളുത്തിയത്. കുംഭഭരണി വേലയിൽ മംഗല്യ സൗഭാഗ്യത്തിനും നെടുമംഗല്യത്തിനും കുടുംബ സൗഭാഗ്യത്തിനും വേണ്ടി വ്രതാനുഷ്ഠാനങ്ങളോടെ നിരവധി സ്ത്രീകൾ അരിത്താലത്തിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ അരിപ്പറമേളം പുലർച്ചെയാണ് സമാപിച്ചത്. മേളത്തിന് പെരുവനം സതീശന്മാരാർ നേതൃത്വം നൽകി. ചരിത്രപ്രസിദ്ധമായ കുതിരവേലയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കം പറയുമ്പോൾ അരിത്താലത്തിനും അരിപ്പറമേളത്തിനും പ്രാധാന്യം ഏറെയാണ്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരം കവർന്നു. ചൊവ്വാഴ്ച പുലർച്ചെ മേൽശാന്തി നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. തിടപ്പള്ളിയുടെ വാതിൽ വഴിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. 2 അടിയോളം വലിപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി. ഇതിന് സമീപത്തെ മറ്റൊരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. 2 പേർ മുഖം മറച്ച് മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. 6 മാസം മുമ്പും ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പോക്സോ കേസിൽ 53-കാരന് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. 2023 ജൂണിലും 2024 ഫെബ്രുവരി മാസത്തിലും 14 വയസ്സുള്ള ആൺകുട്ടിയെ തൊഴിയൂർ ദാറുർ റഹ്മാൻ യത്തീംഖാന പള്ളി ഹാളിൽ വെച്ച് പലതവണ ലൈംഗിക അതിക്രമം നടത്തിയെന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. പെരുമ്പടപ്പ് കോടത്തൂർ തലക്കാട്ട് വീട്ടിൽ ആലിക്കുട്ടി മകൻ അബ്ദുള്ളക്കുട്ടിയെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 7 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനും വിധിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 5 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. സ്ഥാപനത്തിന്റെ സെക്രട്ടറിയായിരുന്ന വെൺമേനാട് മനക്കോട്ട് വീട്ടിൽ അബ്ദുൽ ഖാദർ മകൻ 53 വയസ്സുള്ള അബ്ദുൽ കരീം എന്ന 2ാം പ്രതിയെ കുട്ടി വിവരമറിയിച്ചിട്ടും അധികൃതരെ അറിയിക്കാതെ വീഴ്ച വരുത്തിയതിന് 6 മാസം വെറും തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അടയ്ക്കാത്ത പക്ഷം 1 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ GASI ഉഷ TV ആൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI ഷബീബ് റഹ്മാൻ FIR രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തി. SI വിജിത് KV തുടരന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. SCPO ഷിജു കേസന്വേഷണത്തിൽ സഹായിച്ചു. പ്രോസിക്യൂഷൻ 15 സാക്ഷികളെ വിസ്തരിക്കുകയും 28 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷാസി എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസറും CPOയുമായ A പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം വ്യാഴാഴ്ചയും ബ്രഹ്മകലശവും സഹസ്രകലശാഭിഷേകവും വെള്ളിയാഴ്ചയും നടക്കും. ഈ 2 ദിവസങ്ങളിലും ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണങ്ങളുണ്ടാകും. ക്ഷേത്രത്തിൽ പൂജകൾ നേരത്തെ പൂർത്തിയാക്കിയ ശേഷമാണ് തത്വകലശ ചടങ്ങുകൾ തുടങ്ങുക. തുടർന്ന് ക്ഷേത്രം നാലമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിൽ ഹോമകുണ്ഠമൊരുക്കി തന്ത്രി നമ്പൂതിരിപ്പാട് നാഡീ സന്താന പൂജ നടത്തിയ ശേഷം ഭഗവാന് തത്വകലശാഭിഷേകം നിർവഹിക്കും. ഉച്ചപൂജയും തന്ത്രി നിർവഹിക്കും. രാത്രി തൃപ്പുകയ്ക്ക് ശേഷം തന്ത്രി അനുജ്ഞ ചടങ്ങ് നടത്തും. വെള്ളിയാഴ്ച നടക്കുന്ന അതിപ്രധാനമായ ബ്രഹ്മകലശത്തിനായി ശ്രീഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് അനുജ്ഞ. കലശമണ്ഡപമായ കൂത്തമ്പലത്തിൽ 1000 കുംഭങ്ങളിൽ ശ്രേഷ്ഠദ്രവ്യങ്ങൾ നിറച്ച് പൂജ നടത്തി ചൈതന്യവത്താക്കിയ കലശങ്ങൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ കൈമാറി ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യും.
മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന ചടങ്ങിനു ശേഷം വെഞ്ചാമരം, മുത്തുക്കുട, ആലവട്ടം, നാദസ്വരമടക്കമുള്ള വാദ്യങ്ങളുടെ അകമ്പടിയിൽ ബ്രഹ്മകലശം ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. മേൽശാന്തി ബ്രഹ്മകലശവും ക്ഷേത്രം ഓദിക്കൻ കുംഭേശകലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യും. ഇതോടെ ഉത്സവത്തിന് മുന്നോടിയായി 8 ദിവസങ്ങളിലായി നടക്കുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും. ഉത്സവത്തിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും. തത്തുകലശം, ബ്രഹ്മകലശം നടക്കുന്ന ദിവസങ്ങളിൽ പുലർച്ചെ 4 മുതൽ 11:30 വരെ ദർശന നിയന്ത്രണമുണ്ടാകും. കൊടിയേറ്റ ദിവസമായ ശനിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം ഭക്തർക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ടാകില്ല. പെരുമ്പിലാവ് സെന്ററിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന 2 കാറും 2 ലോറികളുമാണ് അപകടത്തിൽപ്പെട്ടത്. 4 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പുലർച്ചെ കനത്ത മഴയുണ്ടായിരുന്ന സമയത്തായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ഏറെ നേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സംഭവം അറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി. ചാവക്കാട് നഗരസഭാ പരിധിയിൽ വഴിയരികിൽ സ്ഥാപിച്ച അനധികൃത ബോർഡുകൾ നഗരസഭാ ആരോഗ്യ വിഭാഗം എടുത്തുമാറ്റി. നഗരസഭാ പരിധിയിൽ റോഡരികിൽ സ്ഥാപിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സ് ബോർഡുകൾ, സ്ഥാപനങ്ങളുടെ പരസ്യ ബോർഡുകൾ എന്നിവയാണ് എടുത്തുമാറ്റിയത്. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. പൊതു ഇടങ്ങളിൽ അനധികൃത ബോർഡുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി ആകാശ് പറഞ്ഞു. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി 2026-27 വാർഷിക പദ്ധതികളുടെ നിർദ്ദേശങ്ങൾക്കും അംഗീകാരത്തിനുമായി കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാംപറമ്പിൽ മുഖ്യാതിഥിയായി. കരട് വികസന രേഖയുടെ പ്രകാശനം CG രഘുനാഥ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് കാട്ടൂക്കാരന് നൽകി നിർവഹിച്ചു. വികസനകാര്യ ചെയർപേഴ്സൺ VK ഭാസൻ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് CK സുദീപ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ VV തിലകൻ, നിവ്യ റിനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ തുടങ്ങിയവർ സെമിനാറിൽ സംബന്ധിച്ചു. കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവം സമാപിച്ചു. തന്ത്രി ശശീന്ദ്രൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തി റോഷൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായിരുന്നു കുംഭഭരണി ആഘോഷം. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായാണ് ആഘോഷങ്ങൾ നടന്നത്. കാർത്തിക ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വടക്കൻ വാതിലിക്കൽ ഗുരുതി തർപ്പണമുണ്ടായി. തുടർന്ന് അട കുത്തിപ്പുഴുങ്ങാൻ വന്നവരെ കോമരം അരിയെറിഞ്ഞ് അയക്കുന്ന പ്രധാന ചടങ്ങുകൾക്ക് ശേഷം 5000 പേർക്കുള്ള പ്രസാദകൂട്ടമുണ്ടായി. പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും കപ്ലിയങ്ങാട് തറവാട്ടിലെ മുതിർന്ന അംഗം കൊടിക്കൂറ ഏറ്റുവാങ്ങി. പൂത്താലത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും കോമരത്തിന്റെയും അകമ്പടിയോടെ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ താന്ത്രിക വിധി പ്രകാരം ചടങ്ങുകൾ നടത്തി. ജനുവരി 24-നായിരുന്നു കൊടിയേറ്റം നടത്തിയത്. കപ്ലിയങ്ങാട്ട് അമ്മയുടെ വിശേഷപ്പെട്ട പ്രസാദമാണ് കൗങ്ങിൽ കൂമ്പാളയിൽ കുത്തിപ്പുഴുങ്ങിയ അട ഉണ്ടാക്കി സമർപ്പിക്കുന്നത്. കുംഭഭരണി ദിവസം അത്താഴപൂജയ്ക്ക് ശേഷം മേൽശാന്തി അടുപ്പിൽ തീ പകർന്നതോടെ അടപുഴുങ്ങലിന് തുടക്കമായി. കാർത്തിക ദിവസം പയ്യപ്പന്തലിൽ ഭക്തർ ഉണ്ടാക്കിയ അടയുടെ ഒരു വീതം അമ്മയ്ക്ക് സമർപ്പിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രമോദ് കിളിയംപറമ്പിൽ, ധനീഷ് താമരശ്ശേരി, വസന്തൻ മൂക്കനാംകുളങ്ങര, അശോകൻ വെട്ടിശ്ശേരി, വിജയൻ പൈറ്റാങ്കുന്നത്ത്, പ്രജീഷ് മടപ്പാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിലവിലെ ഭരണസമിതി കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾക്ക് നേരെ നടത്തുന്ന അന്യായമായ നടപടികൾക്കെതിരായാണ് തൊഴിലാളികൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഭരണസമിതിയുടെ ഒത്താശയോടെ ചില NITUC നേതാക്കൾ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും CITU അംഗങ്ങളെ അന്യായമായി സ്ഥലം മാറ്റി ഉത്തരവിറക്കുകയും ചെയ്തു. ദിവസവേതനക്കാരായ തൊഴിലാളികളുടെ ശമ്പളം കഴിഞ്ഞ മാസം 10-ാം തീയതിക്ക് ശേഷമാണ് ലഭിച്ചത്. ശുചീകരണ തൊഴിലാളികൾക്ക് ശുചീകരണ സാമഗ്രികൾ, തുന്നൽക്കൂലി, തൃശൂർ പൂരത്തിന് ലഭിക്കേണ്ട ആനുകൂല്യവുമാണ് സമരക്കാർ ഉന്നയിച്ച മറ്റാവശ്യങ്ങൾ. തൃശൂർ കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി KS സെന്തിൽകുമാർ അധ്യക്ഷനായ പ്രതിഷേധ ധർണ CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KG സന്ധ്യ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജെറിൻ വിൻസെന്റ്, KM സജീവ്, കോർപ്പറേഷനിലെ LDF കൗൺസിലർമാർ തുടങ്ങിയവർ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു.
പ്രസിദ്ധമായ അരുവായി പഴഞ്ഞി ചിറവരമ്പത്ത് കാവുഭഗവതി ക്ഷേത്രത്തിലെ പൂരം വെള്ളിയാഴ്ച ആഘോഷിക്കും. കാവടിയും നാടൻ കലാരൂപങ്ങളുമായി ക്ഷേത്രത്തിലെ വേല ശനിയാഴ്ച നടക്കും. പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പൂരദിവസമായ വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ ഉണ്ടാകും. നടപ്പറയ്ക്ക് ശേഷം ഉച്ചയോടെ വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിലുള്ള മേളത്തോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ, പട്ടാമ്പി, മണികണ്ഠൻ തിടമ്പേറ്റും. ഇതോടൊപ്പം ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ഉണ്ടാകും. 5:45 കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50ഓളം ആനകൾ അണിനിരക്കും. രാത്രി ദീപാരാധന, നിറമാല, ദീപക്കാഴ്ച, പയ്യഴിപ്പറ എന്നിവയുണ്ടാകും. പുലർച്ചെ കണ്ടിരുത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് മധുകൊണ്ടുവരൽ ചടങ്ങ് നടക്കും. പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പോടെ പൂരാഘോഷത്തിന് സമാപനമാകും. വേല ദിവസമായ ശനിയാഴ്ച ഉച്ചയോടെ വിവിധ ദേശങ്ങളിൽ നിന്ന് വേലവരവ് തുടങ്ങും. വൈകിട്ട് ക്ഷേത്രത്തിലെത്തി സമാപിക്കും. രാത്രി വടക്കൻ വാതിലിൽ നടക്കുന്ന ഗുരുതി തർപ്പണത്തോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാവുക. പഴയകാല നാടക, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും ക്ഷേത്രഭാരവാഹിയുമായ വെള്ളാറ്റഞ്ഞൂർ MGS നായർ അന്തരിച്ചു. ഗ്രാമീണ നാടക കലാപ്രവർത്തനം വെള്ളാറ്റഞ്ഞൂരിൽ നിലച്ചുപോയ ഘട്ടത്തിൽ തുടർ പ്രവർത്തനങ്ങളിലൂടെ സജീവമാക്കിയതിൽ പ്രമുഖനായിരുന്നു MGS നായർ. ഒരു ഗ്രാമത്തിന്റെ സാംസ്കാരിക വളർച്ചയുടെ നാഴികക്കല്ലാണ് കലാപ്രവർത്തനങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് MGS. ഉപഭോഗ സംസ്കാരവും പുത്തൻ സാമ്പത്തിക ശാസ്ത്രവും പഴയ കാലഘട്ടത്തിൽ വെല്ലുവിളികളായിരുന്നുവെങ്കിലും അത് അതിജീവിക്കാൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു. ഉത്സവപ്പറമ്പുകളിലും മറ്റു ഗ്രാമീണ ഉത്സവങ്ങളിലും നിറഞ്ഞു നിന്ന ഗ്രാമീണ നാടകങ്ങൾക്കു പകരം പ്രൊഫഷണൽ നാടകങ്ങൾ സ്ഥാനം പിടിക്കും മുമ്പാണ് നാടക പ്രവർത്തനം ഹരമായി കൊണ്ടു നടന്നിരുന്ന വെള്ളാറ്റഞ്ഞൂർ മഠത്തിൽ ശങ്കരൻകുട്ടി നായർ എന്ന MGS നായർ നാടകരംഗത്തെത്തുന്നത്. 1960-ൽ ആദ്യം നടനായും പിന്നീട് നാടക രചയിതാവും സംവിധായകനുമായി നാടകരംഗത്ത് നിറഞ്ഞു നിന്നു. വെള്ളാറ്റഞ്ഞൂർ മഹിളാ സമാജം ഉദ്ഘാടനവുമായുണ്ടായ തർക്കമാണ് സ്വന്തമായി നാടകമെഴുതി സംവിധാനം ചെയ്യാനുള്ള പ്രേരണയുണ്ടാക്കിയത്. തൊട്ടടുത്ത സ്കൂളുകളായ എരുമപ്പെട്ടി, വേലൂർ, ചൂണ്ടൽ തുടങ്ങിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നിരവധി ഏകാംഗ നാടകങ്ങൾ എഴുതി. വടക്കാഞ്ചേരി ബ്ലോക്ക് തലത്തിൽ കിരാലൂരിൽ നടന്ന 7 ദിവസ നാടക മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി പുലിയന്നൂർ കേന്ദ്രമാക്കി അമ്പിളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരണത്തിന് നേതൃത്വം നൽകി. ജീവിതത്തിന്റെ യൗവനകാലം മുഴുവൻ നാടക പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ച MGS തുടർന്നുള്ള കുറച്ചു വർഷം ജീവിത പ്രശ്നങ്ങൾ മൂലം നാടകരംഗത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി മുൻ പ്രസിഡന്റും ഭരണസമിതി രക്ഷാധികാരി, വെള്ളാറ്റഞ്ഞൂർ NSS കരയോഗം പ്രസിഡന്റ് എന്നീ നിലയിലും ക്ഷേത്രം ട്രസ്റ്റ് മെമ്പർ എന്ന നിലയിലും പ്രവർത്തിച്ചു. നാടകരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേലൂർ ഈഫ് ക്രിയേഷൻസ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അസുഖം മൂലം വിശ്രമത്തിലായിരുന്നുവെങ്കിലും നിലച്ചുപോയ നാടക പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തിന്റെ വിശ്രമവേളയിലും വീണ്ടും നാടകമെഴുതി പുതുജീവൻ പകരാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു അന്ത്യം. 86 വയസ്സായിരുന്നു. വടക്കേക്കാട് പഞ്ചായത്ത് അംഗമായിരുന്നു ഭാര്യ ചന്ദ്രമതിയമ്മ. ജയപ്രകാശ്, രാജേഷ്, രജനി തുടങ്ങിയവരാണ് മക്കൾ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പദ്ധതിക്ക് കടങ്ങോട് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചു. എയ്യാലിൽ 14, 15, 16 വാർഡുകളിലെ കർഷകരും ജനപ്രതിനിധികളും യോഗം ചേർന്നാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഷൂട്ടർമാരായ EI അലക്സ്, KT ജെയിംസ്, MK സുദർശൻ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഗീതാ രാജൻ നേതൃത്വം നൽകി. സംസ്ഥാന ആയുഷ് മന്ത്രാലയത്തിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആരോഗ്യം ആനന്ദം ആയുഷിലൂടെ എന്ന സന്ദേശമുയർത്തി വാക്കത്തോൺ സംഘടിപ്പിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ആയുഷ് ഡിസ്പെൻസറികളുടെ നേതൃത്വത്തിൽ കുന്നംകുളം സീനിയർ ഗ്രൌണ്ടിൽ നടത്തിയ വാക്കത്തോണിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് അധ്യക്ഷനായി. ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ T സോമശേഖരൻ, നഗരസഭാംഗം KA സോമൻ, കുന്നംകുളം ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു K തമ്പി, കടവല്ലൂർ ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ, കാട്ടുകാമ്പാൽ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഖിൽ ജോസ്, പോർക്കുളം ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീത, കുന്നംകുളം ആയുർവേദ സ്പോർട്സ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സ്മിത, കടങ്ങോട് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുണ ഭട്ട്, പോർക്കുളം ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത ജോസഫ്, കടവല്ലൂർ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS ജുവൽ, ചൊവ്വന്നൂർ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹസീന തുടങ്ങിയവർ സംബന്ധിച്ചു.
സീനിയർ ഗ്രൗണ്ടിലെ പവലിയന് മുന്നിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ സൗമ്യ അനിലൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് സ്റ്റേഡിയത്തിന്റെ വലതുവശത്തെ ഗേറ്റിലൂടെ ആയുഷ് ഡിസ്പെൻസറികളുടെ കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകർ, യോഗ ഇൻസ്ട്രക്ടർമാർ, കുന്നംകുളം സ്പോർട്സ് ഡിവിഷനിലെ വിദ്യാർത്ഥികൾ, സീനിയർ ഗ്രൗണ്ടിൽ രാവിലെ നടക്കാനെത്തുന്നവർ ഉൾപ്പെടെയുള്ളവർ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുകയും വാക്കത്തോണിന്റെ ഭാഗമാവുകയും ചെയ്തു. വാക്കത്തോണിൽ പങ്കെടുത്തവർക്കായി ചുക്ക് കാപ്പിയും പുഴുങ്ങിയ കോഴിമുട്ടയും വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭയുടെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം കൃഷിഭവൻ പരിധിയിലെ കർഷകർക്ക് ഇടവേള കിറ്റുകളും വേനൽക്കാല പച്ചക്കറി വിത്തുകളും സൗജന്യമായി വിതരണം ചെയ്തു. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ അധ്യക്ഷത വഹിച്ചു. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിനുമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിനി മോൻസി, ആർഷ ജിജു എന്നിവർ സംബന്ധിച്ചു. കുന്നംകുളം കൃഷി ഓഫീസർ എസ് ജയൻ പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് ജ്യോതി, കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ അശ്വതി, സരിത, ശ്രീകല, പ്രദേശത്തെ നിരവധി കർഷകരും പങ്കെടുത്തു. ചൂണ്ടൽ പയ്യൂർക്കാവ് ശ്രീഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നട തുറക്കലിന് ശേഷം 5 മണിക്ക് നിർമ്മാല്യ ദർശനം, തുടർന്ന് ഗണപതി ഹോമം, ഉഷപൂജ എന്നിവയും വിശേഷാൽ പൂജകളുമുണ്ടായി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി രാജൻ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം നടയടച്ചു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പയ്യൂർ മനയിൽ നിന്നും ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. 4:30 നട തുറക്കലിനെ തുടർന്ന് ദേവസ്വം പൂരം ക്ഷേത്രത്തിലെത്തുകയും മേളത്തിന് ശേഷം സമാപിക്കുകയും ചെയ്തു. 5:15 മുതൽ 6:15 വരെ 4 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വാദ്യമേളങ്ങളും പൂക്കാവടികളും ക്ഷേത്രാങ്കണത്തിലെത്തി. 6:15 ദീപാരാധന, തുടർന്ന് ചുറ്റുവിളക്ക്, കേളി, അത്താഴപൂജ എന്നിവയുണ്ടായി. താലപ്പൊലി മഹോത്സവത്തിന് ക്ഷേത്രം ഭാരവാഹികളായ രാകേഷ് പയ്യൂർമന, സുധാകരൻ പാലിയത്ത്, ബൈജു പഞ്ഞത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്ത് 10ാം വാർഡ് അറക്കലിൽ സിപിഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച റഹ്മത്ത് അഷ്റഫ് അടക്കം സിപിഐയിലെ 8 പേർ സിപിഐ വിട്ട് സിപിഐഎമ്മിൽ ചേർന്നു. സിപിഐഎം കടവല്ലൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് സിപിഐഎം കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AN മുരളീധരൻ, KB ജയൻ, ലോക്കൽ സെക്രട്ടറി അജിത് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ എന്നിവർ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. അണ്ടത്തോട് കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തകർന്ന റോഡ് പുനർനിർമ്മിക്കുന്നതിനും മുറിച്ചിട്ട തെങ്ങുകൾ നീക്കം ചെയ്യുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് വാർഡ് മെമ്പർ സമീറ സക്കറിയ അധികാരികൾക്ക് പരാതി നൽകി. 1 കോടിയിലധികം രൂപ ചെലവഴിച്ച് അടുത്തിടെ നിർമ്മാണം പൂർത്തിയാക്കിയ അണ്ടത്തോട് പെരിയമ്പലം ബീച്ചുകളെ ബന്ധിപ്പിക്കുന്ന തീരദേശ ലിങ്ക് റോഡാണ് കടൽഭിത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം തകർന്നുകൊണ്ടിരിക്കുന്നത്. ടൺ കണക്കിന് ലോഡുമായി വരുന്ന ടോറസ് ലോറികളും JCBയുടെ പ്രവർത്തനങ്ങളുമാണ് റോഡ് തകരാൻ കാരണമാവുന്നത്. റോഡിന്റെ ഇരുവശവും കരിങ്കല്ല് കെട്ടി മുകളിൽ ബെൽറ്റ് കെട്ടി കോൺക്രീറ്റ് ചെയ്ത് റോഡിന് സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നു. JCB ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനത്തിൽ പടിഞ്ഞാറുവശം ഭിത്തി തകർന്ന നിലയിലാണ്. തീരദേശവാസികൾക്കും ബീച്ച് സന്ദർശകർക്കും ഉൾപ്പെടെ വളരെ പ്രയോജനകരമായ റോഡ് തകർന്നാൽ ജനങ്ങൾ പ്രയാസപ്പെടുമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുറിച്ചുമാറ്റപ്പെട്ട തെങ്ങുകൾ കടലോരത്ത് മുറിച്ചിട്ടിരിക്കുകയാണ്. ഇത് കടലിലേക്ക് ഇറങ്ങിപ്പോകാനും അങ്ങനെ വന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ യാനങ്ങളും വലയും മറ്റും നശിക്കുവാൻ സാധ്യതയുണ്ടെന്നും സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മാർച്ച് 1 നടക്കുന്ന പൂരാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 4 നാൾ നീണ്ടുനിൽക്കുന്ന കലാസന്ധ്യയ്ക്ക് തുടക്കമായി. പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നടൻ ഗോവിന്ദ് പത്മസൂര്യയും ഭാര്യയും നടിയുമായ ഗോപിക അനിലും ശിഷ്ടാതിഥികളായി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, വാർഡ് മെമ്പർ സജീഷ് കളത്തിൽ, ക്ഷേത്രമൂരാളന്മാരായ കോട്ടൂർ വാസുദേവൻ നമ്പൂതിരി, താത്താണത്ത് നാരായണൻ നമ്പൂതിരി, വേങ്ങാട്ടൂർ നാരായണൻ നമ്പൂതിരി, സമിതി ജനറൽ സെക്രട്ടറി KV വരുൺ പ്രസാദ്, പ്രോഗ്രാം കോർഡിനേറ്റർ സന്ധ്യ ചക്രവർത്തി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇന്ന് നടക്കുന്ന കലാസന്ധ്യയിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായിരിക്കും. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ 30ഓളം ഇനങ്ങൾ കലാസന്ധ്യയിൽ അരങ്ങുണർത്തും. 26-ന് രാത്രി 7 മണിക്ക് ഗ്രൗണ്ടിൽ 11 ടീമുകൾ പങ്കെടുക്കുന്ന മെഗാ വീരനാട്യം അരങ്ങേറും. 28-ന് രാത്രി 8 മണിക്ക് നടപ്പന്തലിൽ മേളപ്രമാണി ചൊവ്വല്ലൂർ മോഹനൻ നായരുടെ നേതൃത്വത്തിൽ 50-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളവും അരങ്ങേറും.
ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള ചൊവ്വന്നൂർ ബ്ലോക്ക് തല പര്യടനത്തിന് ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കേച്ചേരി സെന്ററിൽ നടന്ന സ്വീകരണ ചടങ്ങ് ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുകയും മലങ്കര നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് എന്നിവ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നടത്തുന്ന മാനവിക കലാജാഥയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി. വസന്തം കോർണറിൽ നടന്ന സ്വീകരണത്തിന് സ്വാഗത സംഘം ചെയർമാൻ മാലിക്കുളം അബ്ബാസ് സ്വാഗതം പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം RL സിന്ധു ജാഥയെക്കുറിച്ച് വിശദീകരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് V വിമോദ്, ജോയിന്റ് സെക്രട്ടറി P സുനീഷ്, C ആനന്ദ്, നൌഷാദ് PS, KM രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജാഥ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പറവകൾക്ക് സ്നേഹ തണ്ണീർക്കുടം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ കുറുമാൽ കിഡ്നി ഫെഡറേഷൻ ഡയാലിസിസ് സെന്ററിൽ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് SI ഡേവി KA മുഖ്യാതിഥിയായി. സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് ബ്രോഷർ കൈമാറ്റം നടത്തി. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് PJ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,830 രൂപ, പവന് 1,18,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചരമം. പെരുമ്പിലാവ് പ്രിയദർശിനി നഗർ റോഡിൽ തലഹത്ത് മൻസിലിൽ സജിദ് റഹ്മാൻ ഭാര്യ ബുഷ്ര നിര്യാതയായി. 45 വയസ്സായിരുന്നു. അജ്മൽ, അബ്ദുറഹ്മാൻ, നൂരി ഫാത്തിമ എന്നിവർ മക്കളാണ്. ഖബറടക്കം പരുവക്കുന്ന പള്ളി ഖബർസ്ഥാനിൽ നടത്തി. അഞ്ഞൂർ മാറോക്കി വർക്കി മകൻ ബാബു നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. സ്റ്റെല്ല ഭാര്യയാണ്. നിഖിൽ, നിധിൻ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ വട്ടംപറമ്പിൽ അബൂബക്കർ നിര്യാതനായി. 67 വയസ്സായിരുന്നു. ഖബറടക്കം എരുമപ്പെട്ടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. സൈനബ ഭാര്യയും റവൂഫ് മകനുമാണ്. പാറയമ്പാടം തോലത്ത് ഷാജി ഭാര്യ ഷൈജി നിര്യാതയായി. 57 വയസ്സായിരുന്നു. പെരുമ്പിലാവ് അൻസാർ സ്കൂൾ റിട്ടയേർഡ് അധ്യാപികയായിരുന്നു പരേത. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. നിഖിൽ, നിഖിത എന്നിവർ മക്കളാണ്. കുന്നംകുളം ചൊവ്വന്നൂർ താഴ്വാരം പരേതനായ മാച്ചങ്ങലത്ത് ബാലൻ മകൻ സുരു നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. സുമി ഭാര്യയും സൂരജ്, സുഗ്നി എന്നിവർ മക്കളുമാണ്. ദീർഘകാലം പട്ടിശ്ശേരി മഹല്ല് കമ്മിറ്റി അംഗമായും മഹല്ല് കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ച കിഴക്കേ പട്ടിശ്ശേരി അറയ്ക്കൽ കുഞ്ഞിക്കോയ എന്ന മാനുക്ക നിര്യാതനായി. 87 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പട്ടിശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. ആമിന കുട്ടിത്ത ഭാര്യയും മുഹമ്മദ് അലി, ഉമ്മർ, അലി, റഫീഖ്, ഉമ്മു, താഹിറ, റിജില എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. അണ്ടത്തോട് പാപ്പാളിയിൽ ELOയുടെ വീടിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം. വീടിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് നശിപ്പിച്ചു. റിട്ടയേർഡ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആലത്തയിൽ ഷക്കീറിന്റെ വീടിന് നേരെയാണ് ആക്രമണം. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ മുന്നിലെ ഭണ്ഡാരം കവർന്നു. 2 പേർ മുഖം മറച്ച് മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ. 3 ദിനരാത്രങ്ങൾ നാദതാള വിസ്മയം തീർത്ത വേലൂർ മണിമലർക്കാവ് കുതിരവേല സമാപിച്ചു. കാർത്തിക നാളിൽ നടന്ന കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെയാണ് കുതിരവേലയ്ക്ക് സമാപനമായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.